കഴിഞ്ഞ 20 വർഷമായി സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന തീരപ്രദേശമായ എടവനക്കാടിലേക്ക് തിരിഞ്ഞു നോക്കാത്ത സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ബി.ജെ.പി. കടലാക്രമണം രൂക്ഷമായ എടവനക്കാടിൽ തീരദേശ ശോഷണത്തിനെതിരെ പ്രതിഷേധിക്കുന്ന തീരദേശ ജനതയ്ക്കു നേരെ കണ്ണടയ്ക്കുകയാണ് സർക്കാർ. ഇതിന്റെ ഭാഗമായി കടൽ ഭിത്തി ഉടൻ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ബി.ജെ.പി. പ്രവർത്തകർ നടുറോഡിൽ ശയന പ്രദക്ഷിണം നടത്തി. എടവനക്കാട് വില്ലേജ് ഓഫീസിലേക്കായിരുന്നു ബി.ജെ.പി. പ്രവർത്തകർ ശയന പ്രദക്ഷിണം നടത്തിയത്. 55 കോടിയുടെ DPR കടൽ ഭിത്തി നിർമ്മാണത്തിനായി ജില്ലാ ഭരണകൂടം സർക്കാരിന് സമർപ്പിച്ചെങ്കിലും അനുകൂല നടപടിയുണ്ടായില്ല. സ്ഥലം MLA N. ഉണ്ണികൃഷ്ണൻ തീരദേശ ജനങ്ങളുടെ ആവശ്യങ്ങളോട് പ്രതികരിച്ചിട്ടില്ല. ഇതുവരെയും സർക്കാരിനെ തീരദേശ മേഖല പ്രശ്നം ധരിപ്പിക്കുന്നില്ല എന്ന് തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് ബി.ജെ.പിയുടെ സമരം. ബി.ജെ.പി. ചെറായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് ശയന പ്രദക്ഷിണം നടത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയത്. തീരപ്രദേശത്തെ ജനങ്ങൾ പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ അനുനയിപ്പിച്ച് പറഞ്ഞുവിടുന്ന കാഴ്ചയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നത്. കളക്ടർ NSK ഉമേഷ് ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തിയെങ്കിലും കടൽ ഭിത്തി എന്ന് പണിയുമെന്നതിൽ വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. സംസ്ഥാനത്ത് 10 തീരപ്രദേശ പഞ്ചായത്തുകളാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും അവസാനത്തേതാണ് എടവനക്കാട്. കഴിഞ്ഞ ദിവസം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ തീരപ്രദേശത്ത് ഹർത്താൽ നടത്തിയിരുന്നു.